പെണ്ണങ്ങനെ ഇത്രയും നേരമൊക്കെ കിടന്നുറങ്ങണം. ഒരു രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഫ്രഷായിട്ട് മേടിക്കാൻ പറ്റില്ല. 10 മണി കിടന്നുറങ്ങണം കണ്ടില്ലേ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഇപ്പം സത്യമായിട്ടും ഗുഡ് നൈറ്റ് പറഞ്ഞാണോ അതോ ഇനിയിപ്പോൾ വട്ടായിട്ടാണോ? നിനക്കത് വട്ടുണ്ടാ? എടി എണിക്കടി. പിന്നെയും കിടന്നുറങ്ങി ഗുഡ് നൈറ്റ് ഉറങ്ങിയിട്ട്. ഇപ്പം രാവിലെ 10 മണി ആയിട്ടുണ്ടെങ്കിലും ഇവർക്ക് രാത്രി 10 മണിയാവില്ല. ഗുഡ് നൈറ്റ് ഇറങ്ങി അങ്ങോട്ട് കിടന്നോളൂ. എനിക്കാണെങ്കിൽ എന്തൊക്കെ പണിയുണ്ട്. ഇവളാണെങ്കിൽ സഹായിക്കാൻ വരില്ല. ഇവിടെ എനിക്കൊക്കെ കാത്തുന്നുണ്ടെങ്കിൽ എൻ്റെ പണി വരില്ല. എണീക്കണോ? നമുക്ക് പണിയൊക്കെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്ത് പണിയല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ വരണോ ഇതെന്ന്? എന്ത് പറഞ്ഞ് നീ ഇതെന്ന് വരണോ? നീ എന്ത് പണിയാണ് ചെയ്യുന്നത്? കാരണം ഉറങ്ങുന്നതെന്ന് പറയുന്നത് മല മറക്കുന്ന പണിയാ. ഒന്നും ഇങ്ങോട്ട് എണീറ്റ് വന്നോട്. പെണ്ണ് എനിക്ക് ഇത്രയ്ക്ക് മടി പാടില്ല മോളെ. ഇനി ഓവറാവുന്നുണ്ട്. ഇപ്പം അടുത്ത് നിന്റെ വെക്കേഷൻ ടൈം ആകുമ്പോൾ എത്ര തോന്നിയ സമയത്തിൽ എണീക്കാന്നാ? വെക്കേഷനാണെങ്കിലും പണി പോലെ എടുക്കണ്ടേ മോളെ. എനിക്ക് നമ്മൾ വലിയ പണി അങ്ങോട്ട് കാണുന്നോളൂ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചാണല്ലേ, ഇവിടെ സ്വിച്ചൊക്കെ കിടന്നുറങ്ങിക്കോ. എത്ര മണിക്കാണ് എണീക്കാൻ ഉദ്ദേശം? 12 മണിക്കോ? അത് ഞങ്ങൾ ചോറുമ്പോൾ കിടന്നുറങ്ങുമോ? വൈകുന്നേരം എണീച്ചാൽ അതിനിപ്പോൾ ഒരു പണി എടുക്കാൻ കൂടെ വരില്ല പെണ്ണ്. ഇപ്പം ഞാൻ തന്നെ പോവാൻ, നീ ഇങ്ങോട്ട് വരേണ്ടതൊന്നും വേണ്ട. നാലിന് പോയി ഒറ്റയിൽ പോയാൽ തുണിയൊക്കെ അലക്കി അത് കൊടിയിലിട്ട് വേണം. ഇവിടെ കൂടെ വന്നിട്ട് ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഇവിടെ പോയി വിളിച്ചിട്ട് വരാം. വിളിക്കാം. ഇവിടെ പോലത്തെ ഒരു പൊന്നി ലോകത്തുണ്ടാവില്ല. 10:15 എന്നിട്ട് വിളി എണിച്ചില്ലേ? 15 മിനിറ്റ് കഴിഞ്ഞല്ല എന്നിട്ട് വിളി എണിച്ചില്ലേ? ഏണിക്കേ ഞാൻ പറഞ്ഞ ഒരു വഴിക്കൊന്നും ഇവിടെ എണിക്കൂല. ഞാൻ തന്നെ പോയി പണിയെടുത്ത് എനിക്കറിയാം എന്താ വേണ്ടത്. പിന്നെ അവിടെ നിൽക്ക്, ഞാൻ പറയാം. ഇവിടെ പണി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തോണ്ടോ. ഇപ്പം ഞാൻ പോയി പണിയെടുക്കണം അവളെ കൂടെ. എനിക്കാണ് തോന്നുന്നില്ല. ഓണിക്ക് ഒച്ചപ്പാടുണ്ടാക്കല്ല, അടക്ക്. ഞാൻ എണിക്കാം ഇവിടെ കൊണ്ട്. കുറേ നേരം ഞാൻ പറയണോളോട് എണിക്ക് കേൾക്കൂലല്ലേ പറഞ്ഞ. നിനക്കുള്ള പണി ഞാൻ വഴിയെ തരുന്നുണ്ട്. തട്ടി വലക്കിട്ട എനിക്കറിയാം. അപ്പം തൊട്ടിയിൽ നിന്ന് തുണിയെടുക്കാൻ വലിയ പാട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ തന്നെ ഇട്ടോളെ തുണിയെടുക്കാൻ. പാവം അവളെ ബുദ്ധിമുട്ടിക്കണ്ട, കൂടെ പോയേക്കാം. ഞാൻ ഒരുപാട് നേരമല്ല ഉറങ്ങണേ. ഇപ്പം കിടന്നുറങ്ങാൻ നിൽക്കണ്ട. ബ്രഷ് എടുക്കട്ടോ. ബ്രഷ് എവിടെയാണ്? ഇവിടെയാണോ ബ്രഷ്? അങ്ങനെ പല്ല് കഴിഞ്ഞ് അപ്പോൾ കുളിച്ചും കഴിഞ്ഞ് ഡ്രസ്സ് ഞാൻ ഇട്ടുന്ന ഡ്രസ്സ് ഞാൻ ഇന്നലെ എപ്പോഴാണ് ഇട്ടത്? ഇന്നലെ 12 മണിക്ക് ഇട്ടല്ലേ? 10 മണി ആയിട്ടില്ലേ? ഇന്നലെ 10 മണി ആയിട്ടില്ലേ? അതെന്നാ ഇത്തിരി പെർഫ്യൂം മേടിച്ചാൽ മതി.
ആ വൃത്തിയായിട്ട പെണ്ണ് വരുന്നുണ്ട്. ഹരി, നമുക്ക് ഒരുമിച്ച് പണിയാവാം. ഇനിയിപ്പം എൻ്റെ ഹെൽപ്പൊന്നും വേണ്ട. തുണിയൊക്കെ ഇറക്കിയാലും തിന്നും. ഈ കുളിക്കാണ്ട് പല്ലിൻ്റെ കണ്ടൻ്റെ അടുത്ത് വരണേ. കുളിച്ച് വലിയ വെച്ചും ഏതെങ്കിലും ഒരു ദിവസം മുടിയൊക്കെ ചെയ്ത് വെച്ചിരിക്കാൻ അപ്പം കുളിക്കാണ്ട് എൻ്റെ വന്ന് പണിയൊക്കെക്കൊള്ളും. ഞാൻ കുളിച്ചെന്നുള്ള വാക്ക് എന്നോട് പറയുന്നില്ല. കുളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പൊളിയാണ്. ഓൾറെഡി മോളെ ഞാൻ കുളിച്ചും പല്ല് വെച്ച് കഴിഞ്ഞേ. വാ, ശരി വാ. എന്താടി നിനക്കൊരു ദേഷ്യം പോലെ എന്നോട്? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചിട്ട് ഗുഡ് നൈറ്റ് എന്നിട്ട് ആ കിടന്നില്ല. ആ കിടപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യനോട് എത്ര നേരം കിടന്ന് പണിയെടുത്താലും അതിനൊരു വിലയില്ലാത്ത പോലെ കിടന്ന് ഉറങ്ങിക്കോളും. എന്നിട്ട് അത് പണിയാൻ പോലും മലമറിക്കുന്ന പണിയല്ലേ ഉറങ്ങുന്നത്. ഇനി മുതൽ നാളെ എൻ്റെ കൂടെ കാണിച്ചോളണം. ഓക്കെ, നാളെ ശരി. നാളെ മുതൽ ഞാൻ നിൻ്റെ കൂടെ കാണിക്കും. എന്നിട്ട് പണിയൊക്കെ നിൻ്റെ കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ പണിയും തോന്നിയിട്ടില്ല. ഇനിയും പണിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? വാ, നമുക്ക് ഒരുമിച്ചത് പണി ചെയ്യാം. ഇപ്പം അടുത്ത പണി എന്താണ്? അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അതാണ് അടുത്ത പണി അല്ലേ? അതായിരിക്കൂലേ? അത് മനസ്സിലായി. ഹാളെടുത്ത് കണ്ടെന്ന് ഞാൻ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മനസ്സെടുത്ത് വെച്ചിട്ടില്ല. അതാ ബുക്സൊക്കെ എന്തായാലും അത്രയ്ക്കും ക്ലീൻ ചെയ്യാറില്ല. ഞാൻ തന്നെ നിലത്ത് പണിത് പെറുക്കിയെടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അത് നമുക്ക് രാത്രി ചെയ്യാം. ഓക്കെ, നീ അടിച്ചു വാരി, ഞാൻ തുടയ്ക്കാം രാത്രി. ഫസ്റ്റ് നീ തന്നെ അടിച്ചു വരക്കും. ഓക്കെ, എന്തെങ്കിലും വലിയ പണി നമുക്ക് ചെയ്യാടി. തുണിയൊക്കെ മടക്കി വെക്കാണ്ടടി. നമുക്കത് ചെയ്യാമല്ലോ. നമുക്കത് ചെയ്യാം എന്നാലേ. ഓക്കെ, അത് ചെയ്യാം. ഇത് ഇന്നലെ അലക്കിയിട്ട് തുണിയാണ്. ഇന്നിപ്പോൾ അത് ഉണങ്ങി കിട്ടി. ചിലതൊക്കെ ഉണങ്ങിയിട്ടുള്ളൂ. ചിലതൊക്കെ നല്ലോണം വെള്ളത്തിൽ മുങ്ങി ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഞാൻ ആക്കിയിട്ട് ചുളിവൊക്കെ പോകണ്ടേനി. അഴുക്കൊക്കെ കുറേ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഈ പണിയൊന്നും വേഗം ചെയ്യുന്നില്ല എന്നുള്ളതൊന്നുമില്ല. വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ പണി വേണ്ട. വൈകുന്നേരം നമുക്ക് അതും ചെയ്യാം. എന്നാൽ ഓക്കെ, നമുക്കത് വൈകുന്നേരം ചെയ്യാം. നമുക്ക് പുറത്ത് പോയിട്ട് പുറത്ത് ചെടികൾക്കൊക്കെ എന്തെങ്കിലും ചെയ്താലോ? ഓക്കെ, എക്സാക്ട്ലി. നമുക്ക് ചെടികൾക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളം നനയ്ക്കാം. പോരെ, അല്ലെങ്കിൽ പണിയെടുക്കും നല്ലതുണ്ട്. ഇത്ര നേരം നമുക്ക് ഇരുന്നാലോടി റെസ്റ്റ് ഇങ്ങനെ പറ്റുമോ? അതൊന്നും എന്നോട് ചോദിക്കണ്ട. നിൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ നീ തന്നെ കൺട്രോൾ ചെയ്യേണ്ടത്. നിൻ്റെ ബോഡി ഹെൽത്തും കാര്യങ്ങളൊക്കെ നീ എൻ്റെ കൺട്രോൾ ചെയ്യുക. അത് എൻ്റെ കൺട്രോളിൽ നിൽക്കണമെന്നല്ല ഞാൻ പറയാം. രാവിലെ എൻ്റെ കൂടെ എണീക്കുക, നമുക്ക് പണിയെടുക്കാം. നിങ്ങൾക്ക് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക, എവിടെ വേണമെങ്കിലും ഇരിക്കുക. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ.
കൂളാവ്. അതല്ലടി നിൻ്റെ വർക്ക് വേഗം തീരുമെന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും ചെറിയൊരു പണി ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുമിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചതാണ്. ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടുമില്ല നിന്നോട്. മോളെ, ഞാൻ ഇന്ന് രാവിലെ നിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടെ ഇല്ല, ഞാനിവിടെ ഇരിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എനിക്കൊന്നൊരു ശീലം എടുത്തോളാം. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ നിനക്ക് മടിയാവും. വെക്കേഷൻ കഴിഞ്ഞിട്ട് ആ വെക്കേഷൻ ടൈമിങ്ങിൽ ഞാൻ ഒരുപാട് നേരം കിടന്നു എന്നുള്ള രീതിയിൽ നിനക്ക് മടിയാവും മോളെ, മടിയാവും. എനിക്ക് പിന്നെ എണീക്കാൻ പറ്റൂല. ഞാൻ ഈ വെക്കേഷൻ ടൈം ആണെങ്കിലും എപ്പോഴാണെങ്കിലും എൻ്റെ കറക്റ്റ് ടൈമിങ്ങിന് എണീക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും എണീക്കാനുള്ള പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ നീ വെക്കേഷൻ ആണെന്നുള്ള രീതിയിൽ നീ അങ്ങനെ കിടക്കരുതാണ്. എന്തോ പണിയാണ് കാണിക്കുന്നത്. ഇനി അതുപോലെ ചെയ്യരുത്. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. എപ്പം നോക്കിയാലും ഞാൻ കുതിച്ച് അങ്ങനെ പോകും, ചാടി നടന്നു പോകും എന്നൊക്കെ പറയലുണ്ട്. ഒന്നും വേണ്ട, ജോലികൾ ചെയ്താൽ മതി. ദേഹം അനങ്ങിയിട്ട് പണിയെടുക്കാൻ അറിയാം. അല്ലാണ്ട് ചാടി ആ വഴി നടന്നു പോകണമെന്നേ ഒന്നും അല്ല അർത്ഥം. എക്സസൈസ് ചെയ്യാം, അതും നല്ലൊരു കാര്യം തന്നെയാണ് നിൻ്റെ ഹെൽത്തിന്. ഓക്കെ, അല്ലാണ്ട് നിൻ്റെ റെസ്റ്റിംഗ് കൺട്രോൾ കാര്യങ്ങൾ, ഹെൽത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ കൺട്രോൾ എന്നിട്ട് ചെയ്യേണ്ട ആവശ്യമേ അല്ല. നിനക്ക് അതിനൊന്നും ഒരു തീരുമാനം നീ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു വർക്ക് തീരുന്ന അതിനായിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണ്, ഓക്കെ? ഇന്നത് രാവിലെ നേരത്തെ എണീക്കാനുള്ള ഒരു ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, റെസ്റ്റിംഗ് ടൈം തീർന്നെങ്കിൽ എണീക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇരുന്ന കൂളാവ്. റെസ്റ്റിംഗ് ടൈം ഓവറായോ? ഓവറായിടി. എനിക്കിപ്പോൾ എന്താ വേണ്ടത് മനസ്സിലായി. രാവിലെ നേരത്തെ എണീക്കുക, പണികളൊക്കെ നിൻ്റെ കൂടെ അങ്ങനെ ചെയ്യുക, ഇത് റെസ്റ്റ് എടുത്ത് ചെയ്യുക, ഇഷ്ടമുള്ള പണികളൊക്കെ ഇവിടെ എന്തെങ്കിലും അലമുറയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞത്. അല്ലാണ്ട് നിൻ്റെ കൺട്രോളിൽ ജീവിക്കാനേ ഒന്നുമല്ല. എനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഞാൻ എടുക്കും. ആ ഒരു വാശി പോലെ ഇരിക്കണമെന്നും അല്ല. ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അങ്ങനെ അല്ല. നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് കിടക്കാം. ഇന്നലെ പൊടി കുറേ ഉണ്ട്. നമുക്ക് അപ്പത്തെ കാര്യം, നമുക്ക് അപ്പം നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീർത്താലോ? ബാക്കി ചെയ്യാം. ഞാൻ ഇവിടെയൊക്കെ പൊടി തട്ടിയത് രാത്രിത്തെ പൊടി തട്ടുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് പകൽത്താണെങ്കിലും ഞാൻ പൊടി തട്ടാം. അപ്പം നീ തുടച്ചോ, ബക്കറ്റിൽ വെള്ളം നിറച്ച് മറ്റേ ഫ്ലോർ ക്ലീനർ ലിക്വിഡൊക്കെ യൂസ് ചെയ്ത് എടുത്ത് വെച്ചോ. ഞാൻ അപ്പത്തേക്കും പൊടി തട്ടി വെക്കാം. ഞാൻ വരുമ്പോഴേ ആ ചൂലും കൂടെ എടുത്തോ. കിട്ടിയാ? ഇതോട് കൊണ്ട് ചെയ്യും. ശരി, കൊണ്ടുവെക്കാം. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ തീർന്നില്ലേ? ഇപ്പോൾ മേൽഭാഗം നല്ല മേലെയല്ല ചെയ്യുന്നത് രാത്രി. അതെ, മേൽഭാഗം രാത്രി ചെയ്യും. എനിക്ക് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറണം. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ പണിയൊന്നുമില്ലായിരുന്നു അവിടെ. അപ്പോൾ സോഫയിലിരുന്നോ? പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പാലിക്കണം. നിൻ്റെ കൺട്രോളിൽ ജീവിക്കുക. ഞാൻ അവിടെ ഇരുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുക, അങ്ങനെ പറയാനായിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമില്ല. എനിക്ക് അവിടെ ഇരിക്കാനാണ് കംഫർട്ടബിൾ എന്ന് അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരിക്കലത്തെയും ഇതിലത്തെ മോറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൺട്രോൾനെസ്സിനനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടേതായ ഒരാളിൽ നിങ്ങൾ ജീവിക്കാം. ഒരാൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ കേൾക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാന്നല്ലാണ്ട് അവർ പറയുന്ന എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല. പാരൻസ്, ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ വേറെ ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മാത്രം ഫോളോ ചെയ്താൽ മതി. അവർ പറയുന്ന എല്ലാം ഒന്നും കേൾക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയിരിക്കും. നിങ്ങൾ കുറേ നേരം കിടന്നുറങ്ങരുത്.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ട് പോയി പോകും. എത്ര മണിക്കാണോ നിങ്ങൾ എണീക്കുക നോർമലി ആ സമയത്ത് തന്നെ എണീച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതായിരുന്നു എൻ്റെ മോറൽ. താങ്ക് യു.